ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം ദുബായിലെ അൽഖുദ്ര മരുഭൂമിയിൽ കൃത്രിമമായി നിർമ്മിച്ച ലവ് ലേക്കിലേക്കാണ്. മരുഭൂമിയിൽ ദുബായ് ഗവൺമെൻറ് നിർമ്മിച്ച മനോഹരമായ ഈ കൃത്രിമ തടാകത്തെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തും മാളുവിൻ്റെ സുഹൃത്തുമായ അന്നയുടെ അച്ഛൻ ബിജീഷ് ഭായിയാണ്. അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ചിന്ത ലവ് ലേക്കിലേക്കാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹവും ഭാര്യയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ യാത്ര ദുബായ് ലവ് ലേക്ക് ലക്ഷ്യമാക്കി ആരംഭിച്ചു. മഴ പച്ചപ്പ് വിരിപ്പിച്ച മരുഭൂമിയുടെ ഇടയിലൂടെയുള്ള മനോഹരമായ പാതയിലൂടെ ഞങ്ങൾ അല്പദൂരം സഞ്ചരിച്ചാണ് അൽഖുദ്രയിൽ എത്തിച്ചേർന്നത്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 15 മിനിറ്റോളം ഉള്ളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ലവ് ലേക്കിനടുത്ത് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നത്. അതിനിടയിൽ നിറയെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സമീപഭാവിയിൽ തന്നെ ഹരിതാപമായ മനോഹരമായ ഒരു പ്രദേശമായി ഈ ഒരു പ്രദേശം വളർത്തിയെടുക്കാൻ ദുബായ് ഗവൺമെൻറ് നിതാന്തമായ പരിശ്രമം നടത്തി വരുന്നുണ്ട്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അന്ന് ഒരു പൊതു അവധി ദിനം അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതൊരു നോമ്പുകാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ വൈകുന്നേരങ്ങളിൽ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. ഞങ്ങൾ ഏകദേശം 3 മണിയോടുകൂടി തന്നെ അവിടെ എത്തിച്ചേർന്നു. അല്പം തണുപ്പ് കലർന്ന മനോഹരമായ ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലൊക്കെയുള്ള ഒരു കാട്ടിനിടയിലൂടെയുള്ള യാത്ര, അത്തരത്തിലുള്ളൊരു ഫീലാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. റോഡുകൾ മൺ റോഡാണ്. ഞങ്ങൾ അതിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ കാവൽക്കാരുണ്ടായിരുന്നില്ല. കാരണം അവർ യാത്രക്കാരെ പ്രതീക്ഷിച്ച് കാണില്ല ആ ഒരു സമയത്ത്. മാത്രമല്ല നോമ്പുകാലം കൂടിയാണല്ലോ. നാട്ടിലെ നല്ലൊരു വയനാടോ അല്ലെങ്കിൽ മറ്റുള്ളൊരു സ്ഥലത്തോ എത്തിച്ചേർന്ന മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയും ഒരു പ്രതീതിയുമാണ് അവിടുത്തെ അന്തരീക്ഷം കുട്ടികൾക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം സന്തോഷത്തോടു കൂടി ഓടിച്ചാടി എങ്ങോട്ട് ഓടണം എന്നറിയാതെ ഓടിച്ചാടി നടക്കുന്നൊരു കാഴ്ച കാണുവാൻ വേണ്ടി സാധിക്കും. ദുബായിലെ പ്രണയ തടാകത്തെക്കുറിച്ച് എഴുത്തുകാരിയായ റമീന സജീവിൻ്റെ വരികൾ ഒരിക്കലെങ്കിലും അൽഖുദ്രയിലെ പ്രണയ തടാകത്തിൽ പോയവർക്ക് ഓർമ്മ വരും. അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും ആ ഓർമ്മകളെന്ന് ഈ വരികൾ പറയും. പ്രണയ സരോവര തീരം പ്രതീക്ഷകൾ പൂവിടും കാലം, ഇണക്കുരുവികൾ തൻ മോഹനരാഗം, ഓ എന്തൊരഴക് ഈ പ്രണയപ്പൊയ്കതൻ ഉൾത്തുടിപ്പ്. ആകാശക്കാഴ്ചയിൽ 2 മനോഹരമായ ഹാർട്ടുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രണയ തടാകത്തിൻ്റെ നിർമ്മിതി. ടൂറിസം എങ്ങനെ വളർത്താം എന്നുള്ളതിനെക്കുറിച്ച് ദുബായ്ക്കാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതിൻ്റെ കമാനം തന്നെ അത്തരമേൽ മനോഹരമായിട്ടാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. നാട്ടിലെ ഒരു പുഞ്ചപ്പാടത്ത് പോയിട്ടുള്ളൊരു പ്രതീതിയാണ് ഇവിടെ എത്തിച്ചേർന്നാൽ നമുക്ക് ലഭിക്കുന്നത്. നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ സാധാരണഗതിയിൽ ഇവിടെ വളരെയധികം തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പ്രണയദിനം ആഘോഷിക്കുവാനായി ഈ പ്രണയ തടാകം തേടിയെത്തുന്നവർ നിരവധിയാണ്. ഇത്തവണത്തെ വാലന്റൈൻസ് ദിനത്തിലും വളരെയധികം തിരക്കേറിയതായിരുന്നു ഈ തീരമെന്ന് അവിടെയുള്ള മറ്റു യാത്രക്കാർ പറയുകയുണ്ടായി. പ്രണയം പറയാനും പങ്കുവയ്ക്കാനും മാത്രമല്ല, നഗരത്തിരക്കിൽ നിന്ന് മാറി അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായും ഇവിടെ എത്തുന്നവരുണ്ട്.
ദുബായിലെ മരുഭൂമിയായ അൽ ഖുദ്രയിലെ പ്രണയ തടാകം ശാന്തമായ അന്തരീക്ഷവും അതിമനോഹരമായ കാഴ്ചകളും അവിസ്മരണീയങ്ങളായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും. മരുഭൂമിയിൽ കൃത്രിമമായി നിർമ്മിച്ച തടാകമാണ് ലവ് ലേക്ക്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ നിരവധി ഫോട്ടോകൾ വ്യത്യസ്തങ്ങളായ നിരവധി ഭാവങ്ങളിൽ നമുക്കിവിടെ എടുക്കുവാൻ വേണ്ടി സാധിക്കും. ഒരു ദിനം നമുക്ക് മുഴുവനായും ചിലവഴിക്കാനുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ലവ് ലേക്ക് എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിച്ചാലും അവർക്ക് മതിവരാത്തത്ര അനുഭവങ്ങൾ ഈ ലവ് ലേക്ക് അവർക്ക് മുന്നിൽ തുറന്നു വയ്ക്കും. അതുപോലെ ഇവിടെ രാത്രി സ്റ്റേ ചെയ്യുന്നതിനും സാധിക്കും. ടെൻറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിന് സമീപത്ത് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അധികൃതർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 5,50,000 ചതുരശ്ര മീറ്ററിൽ ഒരുങ്ങിയ തടാകം 2018 തുറന്നത്. ഹൃദയാകൃതിയിലുള്ള തടാകം റൊമാൻറ്റിക് ഫോട്ടോഗ്രാഫുകൾക്ക് അനുയോജ്യമായ പശ്ചാത്തലങ്ങളാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രണയിതാക്കളുടെ ഇഷ്ടയിടമായി ഈ പ്രണയ തടാകം മാറിയതും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയാലും ചിത്രങ്ങളെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും അനുഭവങ്ങൾ അവിസ്മരണീയ ഓർമ്മകളാക്കുന്ന നിരവധി അവസരങ്ങൾ ലവ് ലേക്ക് നമുക്ക് നൽകും. ബാർബിക്യൂ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഇടങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലേക്കുകളിൽ അനവധി വൈവിധ്യമാർന്ന വർണ്ണങ്ങളിലുള്ള ആയിരക്കണക്കിന് മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം സമ്മാനിക്കും. ഷേഖ് സായിദ് റോഡ് വഴിയോ അൽഖീൽ റോഡ് വഴിയോ ലവ് ലേക്കിലേക്ക് നമുക്ക് പോകാം. ദുബായ് ഡൗൺ ടൗണിൽ നിന്ന് 30 മിനിറ്റ് കൊണ്ട് അൽ ഖുദ്രയിലെത്താം. അവിടെ നിന്ന് 10 മിനിറ്റിൽ ലവ് ലേക്കിലേക്കും അൽ ഖുദ്ര റോഡ് D63 പിന്തുടരണം. പൊതുഗതാഗതം ഉപയോഗിച്ചും ലവ് ലേക്കിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സാധിക്കും. അന്നയും ക്രിസ്ത്യാനോയും കൂടെ മാളുവും അൻവിയും ചേർന്ന് അവരുടെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായി ഇതിനെ മാറ്റിയെടുത്തു. സത്യത്തിൽ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന പ്രകൃതി ഭംഗിയും ഇവിടെ കൃത്രിമമായി ഗവൺമെൻറ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. UAEയിലെത്തുന്ന ഓരോ മലയാളിയും ഒരിക്കലെങ്കിലും നിർബന്ധമായും യാത്ര ചെയ്യേണ്ട ഒരിടമാണ് ലവ് ലേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ ബിജീഷ് ഭായിയുടെ ഒരു നിർബന്ധത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശത്തിലുമാണ് ഈ യാത്ര ഇവിടത്തേക്ക് ആക്കി മാറ്റിയത്. അവർ ഇതിനു മുമ്പും ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അത് കാണണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾക്കും മനോഹരമായ ഈ പ്രദേശം കാണുവാൻ സാധിച്ചത്. ചങ്ങാതിമാരോരൊത്തുള്ള അതിമനോഹരമായിട്ടുള്ള മണിക്കൂറുകൾ ആരാണ് ആഗ്രഹിക്കാത്തത്? അതിമനോഹരമാണ് ലവ് ലേക്കിലെ സൂര്യാസ്തമന കാഴ്ചകൾ. ഹൃദയാകൃതിയിലുള്ള തടാകത്തിലെ സൂര്യാസ്തമയം പങ്കാളിക്കൊപ്പം കാണുന്നത് വിലമതിക്കാനാവാത്ത അനുഭവമാകും. അതിമനോഹരമായ തടാകതീരത്ത് മെഴുകുതിരി കത്തിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രണയിതാവിനോടൊപ്പം അത്താഴം കഴിക്കാം. തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൈവിധ്യമാർന്ന പക്ഷികളുടെ ആവാസ സങ്കേതമാണ്. പക്ഷി നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ലവ് ലേക്ക് അതിനുള്ള അവസരവും മുന്നോട്ട് വയ്ക്കുന്നു. അൽ ഖുദ്രയിൽ 86 കിലോമീറ്ററിലധികം നീളത്തിൽ സൈക്ലിംഗ് ട്രാക്കുണ്ട്. എല്ലാ തലത്തിലുള്ള സൈക്കിൾ യാത്രക്കാർക്കും അനുയോജ്യമാണ് ഈ ട്രാക്ക്. സ്വന്തമായി സൈക്കിൾ ഇല്ലാത്തവർക്ക് വാടകയ്ക്കെടുക്കാനുള്ള സൗകര്യവും ഇവിടെ അധികൃതർ നൽകുന്നുണ്ട്.
അൽ ഖുദ്ര തടാകത്തിൽ ക്യാമ്പിങ്ങിന് അനുമതിയുള്ളതിനാൽ തന്നെ ഇവിടത്തേക്ക് ക്യാമ്പിങ്ങിനായി എത്തിച്ചേരുന്നവരും നിരവധിയാണ്. ഡിസംബർ മാസത്തിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഇടമാണ് ഈ തടാക തീരങ്ങൾ. വാലന്റൈൻസ് ഡേയും ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും എല്ലാം ആഘോഷിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണെന്നാണ് ദുബായിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും അഭിപ്രായം. തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ പ്രണയത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെക്കുറിച്ചുമെല്ലാം ഓർക്കാൻ ആഘോഷങ്ങൾക്ക് അടിമപ്പെടാതെയുള്ള ഇത്തരം ദിനങ്ങൾ നല്ലതാണ്. പ്രണയിക്കുന്നവർക്കുള്ള ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ലവ് ലേക്ക്. പ്രണയവും ഇഷ്ടവുമെല്ലാം ആരോടുമാകാമല്ലോ. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബത്തിനും സുഹൃത്തിനും കുടുംബത്തിനുമൊപ്പമാണ് ഞങ്ങൾ ഇന്ന് ലവ് ലേക്കിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ലവ് ലേക്കിലേക്ക് എത്തുന്ന സന്ദർശകരോട് ദുബായ് മുനിസിപ്പാലിറ്റി പറയുന്നത് എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഇവിടെ പുറത്തു തള്ളുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വിശാലമായിട്ടുള്ള ഡസ്റ്റ് ബിന്നുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. തടാകത്തിൻ്റെ സൗന്ദര്യത്തെയും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ട്. വന്യജീവികളെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക. നിശ്ചിത ഇടങ്ങളിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മാത്രം ബാർബിക്യൂ ചെയ്യുക. സംഗീതം ഒച്ചത്തിൽ വെച്ച് മറ്റുള്ളവർക്കും പ്രകൃതിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. കുമരകത്ത് പോയ ഒരു പ്രതീതിയാണ് പലപ്പോഴും ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. അത്രയും നാച്ചുറലായിട്ടാണ് ഈ തടാകം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് മുകളിൽ വെള്ളം കെട്ടി നിർത്തിയാണ് ഇവിടെ ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയ പമ്പിംഗ് മൂലം വെള്ളം തണുക്കാതെ സൂക്ഷിക്കുന്നതും ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഇവിടെ. അതുപോലെ തന്നെ നാട്ടിലുള്ള തരത്തിലുള്ള പച്ചപ്പുല്ലുകൾ പിടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നാടിൻ്റെ ഒരു ഓർമ്മ ഈ തടാകം സമ്മാനിക്കുന്നുണ്ട്. അല്പം ഭക്ഷണം കൂടി നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ യാത്ര നമുക്ക് തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റിയെടുക്കാൻ ലവ് ലേക്ക് വഴി സാധിക്കും. അപ്പോൾ ഈ മനോഹരമായ അവിസ്മരണീയമായ ഒരു യാത്ര ഞങ്ങൾക്കായി സമ്മാനിച്ച വിജേഷ് ഭായിക്കും കുടുംബത്തിനും ഞങ്ങളുടെ അഗൈതവമായ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. മറ്റ് കാഴ്ചകളിലേക്ക് നമുക്ക് പതിയെ പോകാം. അങ്ങനെ ഇവിടെയുള്ള എല്ലാ മനോഹര കാഴ്ചകളും കണ്ട് പതിയെ ഞങ്ങൾ തിരികെ പോകാൻ തയ്യാറായി. ഇവിടെ നിന്നും ഞങ്ങളുടെ യാത്ര പോയിട്ടുള്ളത് ഹത്തയിലേക്കാണ്. ഹത്തയിൽ നിന്നും അവിടെയുള്ള മനോഹരമായ കാഴ്ചകളുമായി ഞങ്ങളുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ ദിനങ്ങളും ശുഭകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.